ചങ്ങായിമാരെ നിങ്ങൾ സംബന്ധങ്ങൾ അറിഞ്ഞില്ലെങ്കിണ്ടല്ല ഇപ്പൊ അറിഞ്ഞോ, ഇന്ന് രാത്രിയോട് കൂടി ഉണ്ടല്ല ഇറാൻ തീരും, ഇറാനെ തീർത്തിരിക്കും. ആരാ തീർക്കുമെന്നറിയാം. ഇതുകൊണ്ട് ഈ ചേട്ടനും ചേച്ചിയും കൂടിയാണ് ഇന്ന് രാത്രിയോടുകൂടി ഇറാനെ തീർക്കാൻ പോകുന്നത്. ഈ ചേട്ടനും ചേച്ചിയും പറയുന്നതനുസരിച്ചിട്ട് ഇന്ന് രാത്രിയോടുകൂടി 12 രാജ്യങ്ങൾ, 1-2 രാജ്യങ്ങളിലട്ടാ 12 രാജ്യങ്ങൾ കൂടി ഇറാനെ തീർത്തിരിക്കും. തീർക്കുക മാത്രമല്ല, ഇറാനുണ്ടല്ലോ ഒരു മൂലക്ക് കെട്ടിത്തൂക്കുകയും ചെയ്യുന്നതാണ് ഈ ചേച്ചിയും ചേട്ടനും പറയുന്നത്. ഇവർ രണ്ടാളും ഉണ്ടല്ല സംഘിയും സംഘിണിയും ആയതുകൊണ്ടല്ല നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. ഇവര് പറയുന്നത് വിവരക്കേടാണെന്ന് 100% വിശ്വസിക്കാം. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാനൊക്കെ ഇറാനിലും ഇസ്രായേലിലും വാർത്തകൾ അറിയുന്നത് ഒരു 5 വിശ്വാസയോഗ്യമായ ചാനലില്ലേ, ആ ചാനലിലെ വാർത്ത കേട്ടിട്ട് മാത്രമാണ്. പക്ഷെ ഈ ചേട്ടനും ചേച്ചിയിടില്ല, ഈ സംഘി ചേട്ടനും സംഘിണി ചേച്ചിയും എങ്ങനെയാണ് വിവരങ്ങൾ അറിയുന്നതെന്നറിയാം. ഇസ്രായേലും ഇറാനിലും വിവരങ്ങൾ ഇവരെ സംഘികളെ വാട്സപ്പ് ഗ്രൂപ്പില്ലേ, ആ വാട്സപ്പ് ഗ്രൂപ്പിൽ വിടുന്ന കാര്യങ്ങളില്ലേ, അതാണ് ഇവര് സത്യമാണെന്നും പറഞ്ഞിട്ട് ഇവരെ ചാനലിൽ വന്നിട്ട് ഇങ്ങനെ തള്ളുന്നത്. എന്തായാലും നമുക്കിട്ടില്ല ഈ സംഘിച്ചേട്ടനും സംഘിണി ചേച്ചി ഇതിൽ തള്ളുന്ന ആ മനോഹരമായ തള്ളൊന്ന് കേട്ടിട്ട് വന്നാലോ. ഇറാനെ തീർക്കാൻ 12 രാജ്യങ്ങൾ ഒന്നിക്കുകയാണ്. ഇപ്പോൾ ട്രംപ് പറയുന്നുണ്ട് ഇറാന്റെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ആക്രമണം നടത്തരുത് എന്ന് ഇസ്രായേലിനോട്. അത് എത്രത്തോളം ഇസ്രായേൽ കേൾക്കുമെന്ന് അറിയില്ല. കാരണം ഖത്തറിലെ LNGയിലൊക്കെയാണ് ഇസ്രായേൽ ഇന്നലെ ആക്രമണം നടത്തിയത്. അത് വലിയ രീതിയിൽ ഇറാനും ഖത്തറിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കി. കാരണം ഇറാനിലും ഇറാഖിലും ഖത്തറിലും വൈദ്യുതി നൽകുന്നത് ഖത്തറിലെ സൗണ്ട് വാതക പാടത്തൂടെയാണ്. അപ്പൊ അതിന്റേതായ ഒരു ബുദ്ധിമുട്ട് ഖത്തറിനുണ്ട്. ഖത്തർ അത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇറാൻ ഇത്തരത്തിൽ ഞങ്ങളെ ആക്രമിക്കാൻ മുന്നോട്ട് പോയാൽ 12 രാജ്യങ്ങൾ, ഇസ്രായേൽ അമേരിക്കയൊന്നും വേണ്ട, 12 രാജ്യങ്ങൾ ഇറാനെ തീർക്കുമെന്നാണ് പറയുന്നത്. ഇറാന്റെ നാശം പൂർണ്ണമായിട്ട് അടങ്ങും എന്നുള്ളതാണോ? അല്ലെ, ഇറാനെ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം ഇറാന്റെ നാശം എന്ന് പറഞ്ഞാൽ വെളിയിൽ വരുന്ന വാർത്ത പോലെയല്ല, ഇറാൻ ഏതാണ്ട് പൂർണ്ണമായിട്ടും നശിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. കാരണം പ്രതിരോധ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഏത് സമയവും വിമാനങ്ങൾ കയറി ഇറങ്ങി വേണ്ട രീതിയിൽ ബോംബിട്ട് അത്തരത്തിൽ അത് ഡിക്റ്റേറ്റ് ചെയ്യാൻ പോലും പറ്റാത്തതുകൊണ്ട് എന്ത് സംഭവിക്കും. മാത്രമല്ല ഏറ്റവും വലിയ ടെക്നോളജി ഉള്ള ഇസ്രായേലും അല്ലെങ്കിൽ അതുപോലെ സംവിധാനമുള്ള അമേരിക്കയോടാണല്ലോ സംയുക്തമായിട്ട് ഈ ഓപ്പറേഷൻസ് നടത്തുന്നത്. അവരുടെ രണ്ട് കയ്യിലും ഉള്ള വിമാനങ്ങളും ആയുധങ്ങളും സംവിധാനങ്ങളും ഇറാൻ താങ്ങാൻ പറ്റുന്നില്ല. അവർ ആദ്യമേ ഇസ്രായേലിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഈ പ്രതിരോധ സംവിധാനം അല്ലെങ്കിൽ യുദ്ധം ഒരു രാജ്യത്തിന് പ്രതിരോധിക്കാൻ പറ്റാത്ത രീതിയിൽ ആ രാജ്യത്തെ തകർത്ത് എന്നും യുദ്ധത്തിൽ ജയിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഈ പറയുന്ന ഇസ്രായേൽ. അതാണ് അയ്യോന്റെ മക്കളെ, നിങ്ങൾ രണ്ടാളും തള്ളി എങ്ങോട്ടാണ് പോകുന്നത്? ഇസ്രായേൽ ഏത് യുദ്ധത്തിലാണ് ജയിച്ചിട്ടുള്ളത്? ഏതൊക്കെ യുദ്ധത്തിലാണ് ഇസ്രായേൽ ജയിച്ചിട്ടുള്ളത്? ഒരു യുദ്ധം ഇസ്രായേൽ ജയിച്ച ഒരു യുദ്ധം ചേട്ടനെന്ന് പറഞ്ഞു തരുമോ? ഈ ഇസ്രായേൽ ഉണ്ടല്ലോ എത്ര കാലമായി പാലസ്തീൻ ഇപ്പം തീർക്കും, ഇറാൻ ഇപ്പം തീർക്കും, 2 ദിവസം കൊണ്ട് തീർക്കും, 3 ദിവസം കൊണ്ട് തീർക്കും പറഞ്ഞ് തള്ളി നടക്കാൻ തുടങ്ങിയിട്ട് നിങ്ങളെ നെതന്യാഹു ഈ തള്ളിയിട്ടുണ്ട് നേരെ ബങ്കറിൽ പോയി ഒളിക്കും. ഈ സംഭവം അല്ലാണ്ട് ഈ ബങ്കറിൽ ഒളിക്കുന്ന സാധനം അല്ലാണ്ട് വേറെന്താണ് അവിടെ നടക്കുന്നത്? പിന്നെ ചേച്ചി പറഞ്ഞു ഇസ്രായേൽ ഇറാന്റെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ അക്രമം നടത്തിയെന്ന്. ഇറാൻ അങ്ങ് പേടിച്ചു പോയിന്ന്. എന്റെ സംഘിണി ചേച്ചി, അത് കഴിഞ്ഞ് മണിക്കൂറിനകം ഇറാനുള്ള ഇസ്രായേൽ ഒരു വാതക ഫാക്ടറി ഇല്ലേ, അതങ്ങ് തകർത്തു കൊടുത്ത്. ഇസ്രായേലിന്റെ വാതക ഫാക്ടറി തകർന്ന പാട് നിങ്ങളെ നെതന്യാഹു വിളിച്ചിട്ട് പറഞ്ഞു അയ്യോ ഇനി അപ്പരിപാടിയില്ല, എണ്ണപ്പാടം നമ്മൾ തൊടൂലാന്ന് ഇറാനോടങ്ങ് പറഞ്ഞു. അതും പറഞ്ഞിട്ടുണ്ടല്ല മൂപ്പര് ബങ്കറിൽ പോയിട്ട് ഒളിക്കല്, ഒരു 1.5 ഒളിക്കല്. ഇനി മൂപ്പരപ്പ പുറത്തു വരുമെന്നറിയാം. ഓണത്തിന് മാവേലിന്റെ കൂടെയായിരിക്കും മിക്കവാറും പുറത്തു വരിക. പിന്നെ സംഘിച്ചേട്ടന്റെ ഭയങ്കരമായ തള്ളുകെട്ട് ഇറാനിലേക്ക് ഇസ്രായേലിന്റെയും അമേരിക്കന്റെയും വിമാനങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങി അങ്ങനെ തകർക്കലാണെന്ന്. എന്റെ സംഘിച്ചേട്ട അമേരിക്കന്റെ ഒരു വിമാനം ഉണ്ടല്ലോ ഇന്നലെ രാത്രി ഇറാന്റെ അതിർത്തിയിലേക്ക് ഒന്ന് കയറാൻ നോക്കിയതേ ഓർമ്മയുള്ളൂ. ആ വിമാനം ഉണ്ടല്ല തകർന്ന് തരിപ്പണായിട്ട് ഭൂമി കിടക്കേന്ന്. വേണമെങ്കിൽ വന്ന് കൊണ്ടുപോടാന്നാണ് ഇറാൻ ഇപ്പൊ അമേരിക്കനോട് പറയുന്നത്. അല്ലാണ്ട് ചേട്ടൻ തള്ളും പോലെ ഇറാനിലേക്ക് നിങ്ങൾ അമേരിക്കന്റെ ഇസ്രായേലിന്റെ വിമാനം ഉണ്ടല്ല ഇങ്ങനെ കയറുക ഇറങ്ങുക അപ്പരിപാടി ഉണ്ടല്ല, അപ്പരിപാടി നടക്കൂല എന്റെ സംഘിച്ചേട്ട. എന്തിനു പറയും നമ്മൾ ഹോർമസ് കടലെടുക്ക് പിടിക്കാൻ വേണ്ടിട്ട് നിങ്ങളെ ട്രംപും നെതന്യാഹുവും ഒരുമിച്ച് നോക്കിയിട്ടുണ്ടല്ല അവർക്ക് അതിന്റെ 7 അയലത്ത് പോലും പോകാൻ പറ്റുന്നില്ല എന്റെ സംഘിച്ചേട്ട. ഇനി നമുക്ക് ഇവർ രണ്ടാളും കൂടി തള്ളുന്ന അടുത്ത തള്ളും കൂടി ഒന്ന് കേട്ടിട്ട് വരാം. എണ്ണ വില കൂടുന്നു, ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാകുന്നു, എല്ലാ രീതിയിലും ലോകത്തെ ഉടനീളം ബാധിക്കുന്ന രീതിയിലേക്ക് യുദ്ധം പോവുകയാണ്. ആ രീതിയിലേക്ക് യുദ്ധത്തെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇറാൻ വളരെ കൃത്യമായിട്ട് ശ്രമിക്കുന്നു. ആ ശ്രമത്തെ അല്ലെങ്കിൽ GCC രാജ്യങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിനും സാമ്പത്തികമായി തകർക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമത്തിന് എതിരെ ഒരുപക്ഷെ ഇറാനെതിരെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി 12ഓളം രാജ്യങ്ങൾ, അതായത് അറബ് രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങൾ തന്നെ രംഗത്ത് വരുന്നതായിട്ടാണ് ഇപ്പം നമുക്ക് മനസ്സിലാവും. ഈ പിന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇറാൻ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. കാരണം നമ്മൾ നോക്കിയാൽ ഇറാന്റെ ഓരോ നേതാക്കളായിട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ആയത്തുള്ള ഖമനേയി പോയി, മുസ്തഫ ഖമനേയെ റഷ്യയിലോട്ട് പുടിൻ കൊണ്ടുപോയെന്ന് പറയുന്നു. അതിൽ വാസ്തവം അറിയില്ല. അയാൾ തന്നെ ആന്തരിക അവയവങ്ങളൊക്കെ തകർന്ന് കോമയിലായി, കൈകാലുകൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥയിൽ. അതിനുശേഷം വന്ന ലാരി ജാനിയെ, സൈനിക തലവനെ തീർത്തു. ഇപ്പോ പിന്നെ ഇന്റലിജൻസ് മേധാവി ഇസ്മയിൽ ഹദീഫിനെ കഴിഞ്ഞ ദിവസം തീർത്തു. പലരെയും നോട്ടമിട്ട് വെച്ചേക്കുന്നു. ആരാണോ രംഗത്തെത്തുന്നത് അവരെ ഓരോന്നായി തീർത്തുകൊണ്ടിരിക്കുന്നവർ, അതായത് നാഥനില്ല കളരി പോലെ പോവുകയാണ് ഇപ്പൊ ഇറാന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. എന്നാലും കയറി അടിക്കുക ഈ പഴയ യുദ്ധവിമാനങ്ങൾ, പണ്ട് അമേരിക്ക നൽകിയ യുദ്ധവിമാനങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇറാനിലുള്ളത്.
നമ്മളെ സംഘിണി ചേച്ചി തള്ളുന്ന തള്ളു കേട്ടില്ലേ? ഇറാന്റെ അടുക്കണ്ടല്ല, പഴയ തുരുമ്പ് പിടിച്ച ആയുധങ്ങൾ മാത്രമേ ഉള്ളതാണ് നമ്മളെ സംഘിണി ചേച്ചി ഇരുന്ന് തള്ളുന്നത്. അത് ഈ സംഘിണി ചേച്ചിക്ക് എങ്ങനെ അറിയാന്നറിയാം. ഈ സംഘിണി ചേച്ചിയാണ് ഇറാൻ പോയിട്ട് ആ പഴയ മിസൈലും വിമാനങ്ങളൊക്കെ ഉണ്ടല്ല അതൊക്കെ കഴുകി കൊടുക്കുന്നത്. ഈ സംഘിച്ചേട്ടനല്ല കൂടിയിരിക്കുന്ന സംഘിച്ചേട്ടൻ. ഈ സംഘിച്ചേട്ടനാണ് നമ്മളെ ചേച്ചി കഴിക്കുന്ന വിമാനങ്ങളും മിസൈലൊക്കെ തുടച്ച് നല്ല വൃത്തിയായിട്ട് തുടച്ചിട്ട് അവിടെ വെക്കുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് രണ്ടാക്കുണ്ടല്ല ഇറാനിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായി വളരെ വ്യക്തമായി അറിയുന്നത്. ഞാനുണ്ടല്ലോ ഈ യുദ്ധത്തിന്റെ പേരിലുള്ള പല പല തള്ളുകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവർ രണ്ടാളും തള്ളുന്ന പോലത്തെ തള്ളും കേട്ടിട്ടില്ല. ഇവർ രണ്ടാളും പറയുന്ന പോലത്തെ വിവരക്കേട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ചേച്ചി പറഞ്ഞതുപോലെ ആ തുരുമ്പ് പിടിച്ച പഴയ മിസൈലില്ലേ, ആ മിസൈലിനെ പേടിച്ചിട്ടായിരിക്കും ഇസ്രായേലിൽ നമ്മളെ നെതന്യാവുണ്ടല്ല ബങ്കറിൽ ഒളിച്ചിരിക്കുന്നല്ലേ. അത് മാത്രമല്ല നമ്മളെ സംഘിണി ചേച്ചി പറഞ്ഞ് ഇറാനുണ്ടല്ല നാഥനില്ലാത്ത കളരിയാണെന്ന്. എന്റെ സംഘിണി ചേച്ചി അവിടെ ഉണ്ടല്ല ഒരു നാഥനും വേണ്ട, അവിടെ ഉള്ളവരൊക്കെ ഉണ്ടല്ല നല്ല നാഥന്മാരാണ്, ഒരു ഒന്നൊന്നര നാഥന്മാർ. അവരുണ്ടല്ല നിങ്ങൾ ഇസ്രായേലിനെയും പഠിക്കുന്നില്ല, നെതന്യാവിനെയും പഠിക്കുന്നില്ല, ട്രംപിനെയും പഠിക്കുന്നില്ല. അവരുണ്ടല്ല മരണം വരെ പോരാടാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരാണ് മൊത്തം അവിടെ ഉള്ളത്. അതുകൊണ്ട് ഇറാനുണ്ടല്ല ഒരു നാഥനും വേണ്ട, ഒരു കളരിയും വേണ്ട. അതുകൊണ്ട് തന്നെ സംഘിണി ചേച്ചി ഉണ്ടല്ല ഷാഗയെ ഷാഗയിൽ നിന്ന് കേൾക്കുന്ന പൊട്ടത്തരങ്ങളില്ലേ ഒരു ചാനൽ വന്നിരുന്നുണ്ട് ഇങ്ങനെ പറയല്ലാട്ടാ. പിന്നെ ചേച്ചിയും ചേട്ടനും പറഞ്ഞല്ല 12ഓളം മുസ്ലിം രാജ്യങ്ങൾ ഇപ്പൊ ഇറാൻ ആക്രമിക്കുന്നു. രണ്ടാളുണ്ടല്ല അത് സ്വപ്നം കണ്ടിട്ട് അവിടെ തന്നെ ഇരുന്നു കേട്ടാ. എന്തായാലും നമുക്കുണ്ടല്ല ഇവർ രണ്ടാളും തള്ളുന്ന ലാസ്റ്റത്തെ അതിമനോഹരമായ ഒരു തള്ളും കൂടി കേട്ടാലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയർഫോഴ്സ് വിമാനം തകർത്തു ഇവരുടെ ഇറാന്റെ. കാരണം ചൈനയും റഷ്യയും ഒക്കെയായി ആശയവിനിമയം നടത്തുന്ന ഖമേനി ഉപയോഗിച്ചുകൊണ്ടിരുന്ന എയർഫോഴ്സ് വിമാനം തകർത്തു. അങ്ങനെ തന്ത്രപ്രധാനമായ ഓരോ കാര്യങ്ങളും ഇറാന്റെ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ലക്ഷ്യം എന്ന് പറയുന്നത് അവർക്ക് സമാധാനത്തോടെ ജീവിക്കണം. അതിന് വേണ്ടിയിട്ട് ഇറാനിലെ ഈ പ്രോക്സികൾ ഹിസ്ബുള്ള, ഹൂത്തി, ഹമാസ് പോലുള്ള പ്രോക്സികളെ വളർത്തുന്ന അവർക്ക് ഫണ്ട് ചെയ്യുന്ന ഇറാന്റെ ഈ നീക്കം തടയുക, ജനാധിപത്യപരമായ ഒരു ഭരണം വേണം. കാരണം അവിടുത്തെ ജനങ്ങളോട് തന്നെ നെതന്യാഹു പറഞ്ഞതാണ് നിങ്ങൾ ഉപദ്രവിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾക്ക് അഭയം തരും ഞങ്ങൾ. ഏതായാലും അവിടെ ഇനിയും അവശേഷിപ്പൊന്നുമില്ല. ഭൂമിക്ക് അടിയിലോട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടെന്ന് അറിയത്തില്ല. കാരണം വലിയ രാജ്യമാണ് ഇനി കുറച്ചുകൊണ്ട് ആ ഉദ്ദേശത്തിലാണ് ഇസ്രായേൽ പറഞ്ഞത് 2 ആഴ്ച കൂടെ വേണം. കാരണം നിരപ്പാക്കുന്ന കെട്ടിടങ്ങളെല്ലാം നശിപ്പിച്ചു, പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ നശിപ്പിക്കുന്നു, സ്കൂളുകൾ നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ റേഡിയോ സംവിധാനങ്ങൾ, ടെലികോം സംവിധാനങ്ങൾ. ഒരു രാജ്യത്തിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് യുദ്ധത്തിൽ കൂടി നശിപ്പിച്ചു കളയുന്ന ഒരു അവസ്ഥയിലേക്കാണ്. ഇറാനെ റീബിൽഡ് ചെയ്യാൻ പോലും അടുത്ത കാലത്തൊന്നും നടക്കാത്ത രീതിയിലേക്ക് ഇറാൻ നശിച്ചിരിക്കുന്നു. ഒന്നാമതെ ആ രാജ്യത്തിനകത്തെ ദാരിദ്ര്യവും പ്രശ്നങ്ങളും പട്ടിണിയും ഒക്കെയാണ്. യുദ്ധം ഏതാണ്ടൊന്ന് കരുതിയിട്ടുണ്ട്. അത് നടത്തിയിട്ട് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കത്തുള്ളൂ എന്ന് വേണം. എന്റെ ചേട്ടൻ എന്താ തള്ളിയത്? ഇസ്രായേൽ വിചാരിച്ചതൊക്കെ ചെയ്തിട്ട് ഇസ്രായേൽ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നോ? എന്റെ ചേട്ടാ, ഇസ്രായേൽ അല്ല ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നത്. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നുണ്ടല്ല അത് ഇറാനാണ്. ഇറാൻ തീരുമാനിക്കും ഈ യുദ്ധം എപ്പം തീർക്കണമെന്ന്. പിന്നെ ചേട്ടൻ പറഞ്ഞു ഇറാനിലെ ബിൽഡിങ്ങുകളൊക്കെ ഇസ്രായേൽ തകർത്ത് തരിപ്പണാക്കിയെന്ന്. എന്റെ സംഘിച്ചേട്ട ഇറാനിൽ തകർന്ന അതേപോലെ തന്നെ ബിൽഡിങ്ങുകൾ ഉണ്ടല്ല ഇസ്രായേൽ തകർന്ന് തരിപ്പണായിട്ടുണ്ട്. പക്ഷെ എന്താ ചെയ്യുക? നിങ്ങളെ നെതന്യാഹു ഉണ്ടല്ല ഇറാനിൽ നടക്കുന്ന ഒരു സംഭവം പുറത്തറിയിക്കാൻ വിടൂല. ആരെങ്കിലും അവിടെയുള്ള നാശനഷ്ടങ്ങളോ അവിടെ നടക്കുന്ന മരണങ്ങളോ പുറത്തറിയിച്ചാണ്ടല്ല അവരെ പിടിച്ചകത്തിടും. എന്നിട്ടുണ്ടല്ല അവിടുത്തെ കുറെ കാര്യങ്ങൾ ലീക്കാകുന്നുണ്ട്. ആ ലീക്കാകുന്ന കാര്യങ്ങളുണ്ടല്ല ചേട്ടനും ചേച്ചിയും കുത്തിയിരുന്നിട്ട് ഒന്ന് കാണണം കേട്ടാ. എപ്പോഴും ഉണ്ടല്ല ഈ സംഘികളെയും ക്രിസംഘികളെയും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇടുന്ന കാര്യങ്ങളില്ലേ അത് മാത്രം പറയല്ല കേട്ടാ. പിന്നെ സംഘിണി ചേച്ചി പറയുന്നത് കേട്ടു നെതന്യാഹു ഇറാനിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവിടെയുള്ള ജനങ്ങളെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് നെതന്യാഹു ആണല്ലേ അവിടുത്തെ 160 മുകളിൽ കുട്ടികളാ സ്കൂളിന് പോകുമ്പോട്ടിട്ട് ഇല്ലാതാക്കിയത്. അവിടെ കിടന്ന് ഇങ്ങനെ തള്ളുമ്പം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ടെന്ന് ഒന്ന് ഓർക്കണ്ടേ എന്റെ സംഘിണി ചേച്ചി. എന്തായാലും എന്റെ സംഘിച്ചേട്ടനും സംഘിണി ചേച്ചി ഉണ്ടല്ല ഇറാൻ 12 മുസ്ലിം രാജ്യങ്ങൾ ആക്രമിക്കുന്നത് നിങ്ങളെ സംഘികളെ വാട്സപ്പ് കിട്ടി വിവരമില്ലേ? ആ വിവരം നോക്കിയിട്ട് അവിടെ തന്നെ ഇരുന്നോ, ആ ചാനൽ തന്നെ ഇരുന്നോ. അവിടുന്ന് ഒരുപടി അങ്ങോട്ടോ ഒരുപടി ഇങ്ങോട്ടോ മാറിനട്ടോ അവിടെ തന്നെ പോസ്റ്റ് ആയിക്കോ. ഇറാൻ അറബ് രാജ്യങ്ങൾക്ക് തൊടാൻ കഴിയില്ല, നിങ്ങൾ ഇസ്രായേലിനും തൊടാൻ കഴിയില്ല, നിങ്ങൾ അമേരിക്കക്കും തൊടാൻ കഴിയില്ല, ഒരാൾക്കും തൊടാൻ കഴിയില്ല. അപ്പൊ എന്തായാലും ഒരു ഒന്നൊന്നര തള്ളു കളിയാ എന്റെ സംഘിച്ചേട്ടനും സംഘിണി ചേച്ചിക്കും പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.